ഇനി നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇനി ഒരു വിവാഹവും പറ്റൂല, ഇനി ഒരു ജീവിതവും ഇല്ല, ഇനി ഒന്നുമില്ല. നജില ഷാൻ തന്നെയാണ്. പെട്ടെന്ന് നല്ല പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് മദ്യപാനമൊക്കെ ഒഴിവാക്കി മാറി നിന്നപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോയി എന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും നമസ്കാരം. ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ ചൊറിഞ്ഞു വരും. ഉള്ള കാര്യം ഞാൻ പറയാം. ഈ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും നജില ഷായിലോട്ട് മാറി ആരും ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ചെയ്ത് കൂട്ടി കാട്ടി വൈ. മസൂറ ഫാത്തിമ എന്ന് പറയുന്ന അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് ഇവര് ഒരു തേങ്ങയില്ലാതെ 5 പൈസ ഇല്ലാതെ പെരുവഴിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേരൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നിരുന്നവര് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. ഇവരെ ഞാനും മുന്നേ ആദ്യ ഘട്ടത്തിലൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇവരുടെ വർത്തമാനങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഉഡ്ഡായിപ്പാ കാണിക്കുന്നത്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. നജില ഷാ എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് എങ്ങനെ മാറിയെന്ന് അറിയണ്ടേ? ആദ്യം 2 3 ഒക്കെ കെട്ടി. ഈ കെട്ടിയതെല്ലാം ഡിവോഴ്സായി പോയി. അതിൽ 3 4 മക്കളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ എന്തായാലും ഞാൻ ചുരുക്കി പറഞ്ഞ ചീഞ്ഞളിഞ്ഞ കേസുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഷാൻ എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് ഇവളുടെ ഉമ്മ തന്നെ ഇവളെ പൊക്കി. എങ്ങനെ? വീട്ടിന്റെ അകത്തുനിന്ന് പൊക്കി. അങ്ങനെ പൊക്കി അവനുമായിട്ട് അടുത്ത് കെട്ടി രണ്ടുപേരും കൂടി അടുത്ത് താമസം തുടങ്ങി. 4ാമത്തെ എന്തോ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അതും താമസം തുടങ്ങി. അവിടെ പോയിട്ട് വീണ്ടും വ്ളോഗ് ഇട്ടിട്ട് അപ്പോഴേ ഈ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ പേര് വേണ്ടിയിട്ട് നജില ഷാൻ ആക്കി. ഷാൻ അങ്ങനെ ആക്കി. ഓക്കെ, ആക്കി എന്ത് തേങ്ങയിലും പോട്ട്. അങ്ങനെ ആക്കി. അവിടെ അടുത്ത് ഭർത്താവ് കുടിയനാണ് എന്ന് ഒരു ദിവസം പറയും. എന്നിട്ട് ഇപ്പുറത്ത് വന്നെന്ന് പറയും എന്റെ ഭർത്താവ് നല്ലവനാണ്, കുടിയനാണ്, അവൻ അങ്ങനെയാണ്, കുടിയൻ നിർത്തി, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ തേങ്ങ പറയുന്നുണ്ടാ. എന്തുപാടെ നിങ്ങളൊക്കെ കാണിക്കുന്നത്? നിങ്ങൾക്ക് മക്കളില്ല. ആ മക്കൾ നാളെ സ്കൂളിലൊക്കെ പോകുമ്പോ എനിക്കറിയത്തില്ല. ഇതൊക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ എല്ലാ ഒരു പ്രശ്നമാണ്. അതുപോലെ അടുത്തൊരു പൈസ പിരിവ് നടത്താനുള്ള എല്ലാ വട്ടം ചുറ്റലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവരെ വർത്തമാനത്തിൽ എന്നൊക്കെ. അതുപോലെ കമന്റ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കേൾക്കണം. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്തായാലും ഇവരെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ പേഴ്സണലി എന്തെങ്കിലും അറിയാമെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇൻബോക്സിൽ ഒന്ന് അയക്കും. കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് വൻ മിസ്റ്റേക്കാണ് ഇവരിലെന്ന് എനിക്ക് ഫീൽ ആവുന്നത്. എന്തോ ഒരു സാധനം എനിക്ക് അടിക്കുന്നുണ്ടോ, ഒരു ചീഞ്ഞളിഞ്ഞ നാറ്റം. ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങൾക്കൊക്കെ ഉളുപ്പില്ലേ ഇങ്ങനെ ഉടായ്പകളും കാട്ടിക്കൂട്ടി നടക്കാനായിട്ട്? 1 2 3 4 കെട്ടി. ഇനി അടുത്ത 5ാമത് കെട്ടൂലേ? എന്തേലും ചെയ്യും. ഈ യൂട്യൂബ് മൊത്തം അപരാധമായി മാറിയിരിക്കുകയാണ്. യൂട്യൂബ് എന്നല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളല്ല. കുറെ ഉഡായ്പകൾ വന്നിട്ട് ഇവിടെ കുറെ ഉഡായ്പകൾ കാണിച്ച് കുറെ നാട്ടുകാരുടെ സഹതാപം പിടിച്ചു വെച്ച് കണ്ണി പൊടിയിട്ട് കുറെ ഉഡായ്പ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നോന്ന് ഇതിന്റെയൊക്കെ അവസാനം ദൈവത്തിന് അറിയാം. എന്തായാലും തുടങ്ങ് ചേച്ചി. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോണുണ്ട്. പിന്നെ വേറെന്താണ്, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ചുമ കുറവില്ല. മക്കൾക്ക് 3 പേർക്കും ചുമ കുറവില്ല. നമ്മളെ ഈ വീടും മരങ്ങളെല്ലാം മുറിച്ചിട്ടാണ് വീട് വെച്ചത്. അപ്പോൾ ഈ രാത്രി കിടക്കുമ്പോൾ ഈ കുട്ടികൾ വിയർത്തങ്ങ് ഒഴിവെക്കൊണ്ട് 2 ഫാൻ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. ഈ അതിൻ്റെ ഒരു ചുമയുടെ ഒരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, കളിക്കുന്ന പരിവല്ലേ, ഓടി വിയർക്കുക, പോയി കിടക്കുന്ന ഉറങ്ങുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോസ് ഒരുപാട് കമന്റുകൾ കണ്ടു. നല്ല കമന്റും ചീത്ത കമന്റും ഒക്കെ കണ്ടു. അതൊന്നും കമന്റൊന്നും അല്ല എൻ്റെ ജീവിതം. കമന്റൊന്നും അല്ലേ നിങ്ങളുടെ ജീവിതം? 2 ദിവസം മുന്നേ കണ്ട് പറയുന്നതായിട്ട് യൂട്യൂബാണ് എൻ്റെ ജീവിതം. ഇപ്പൊ പറയുന്നത് കമന്റ് അല്ല എൻ്റെ ജീവിതം. പിന്നെ വീട് മരങ്ങൾ മുറിച്ചിട്ടാണ് വീട് വെച്ചതെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാറുണ്ട്, മരത്തിന്റെ മുകളിൽ അങ്ങ് വീട് വെക്കാറുണ്ട് തോന്നല്ലേ? പോട്ട് വിട് ചീഞ്ഞളിഞ്ഞ കേസ്. പോട്ട്. അങ്ങനെ കമന്റ് അല്ല തന്റെ ജീവിതം എന്നാണ് പറയുന്നത്. കഥയിൽ ഇത് ജീവിതം എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കമന്റ് അല്ല ഇത് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സംഭവം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെ. എന്തായാലും നാച്ചി ചേച്ചി പറ. അപ്പൊ അതൊന്നും ഞാൻ തവക്കൽത്തു അലല്ലാ, അള്ളാഹുവിന്റെ പക്കലാണ് കൊടുത്തിരിക്കുന്നത്. അള്ളാഹു എനിക്ക് 4 മക്കളെ തന്ന് കുഞ്ഞുള്ള കാര്യമാണ് അറിയണം. അതിൽ ഒരാളെ എനിക്ക് അള്ളാഹു തിരിച്ചെടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചു. അള്ളാഹു എനിക്കിപ്പോ 3 കുഞ്ഞുങ്ങളെ തന്നു. ആണിനും പെണ്ണിനും തന്നു. അൽഹംദുലില്ലാ. പിന്നെ നജില ഷാൻ, ഇനി നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇനി ഒരു വിവാഹവും പറ്റൂല, ഇനി ഒരു ജീവിതവും ഇല്ല, ഇനി ഒന്നുമില്ല. നജില ഷാൻ തന്നെയാണ്. സമാധാനം. അല്ലെങ്കിൽ ഇനി ഒരു കെട്ടുകൂടി കണ്ടിട്ട് അത് വീണ്ടും ഒരു ചർച്ചയാക്കി വയ്യ. ഈ ഷാജിയില്ലേ,
അതിന്റെ മറ്റൊരു വെർഷനാണ് ഇത്. മനസ്സിലായി? കാര്യം പിടിയിട്ടില്ല. ഷാജിദ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ്, അതിന്റെ 2.0 വെർഷനാണ് ഈ പറയുന്ന നജില ഷാൻ. ഒരു മാറ്റമില്ല, അതിന്റെ മറ്റൊരു വെർഷൻ. അത്രയാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ളത്. വരുന്നു, ഇരിക്കുന്നു, അവ കെട്ടി അവ കെട്ടി, ഞാൻ ഇനി 5 കെട്ടൂല, നജില ഷാൻ തന്നെയാണ് ഷാ. എന്തായാലും നാട്ടുകാർ സഹായിക്കാനായിട്ട് ഇനി അങ്ങോട്ട് അയച്ചു കൊടുക്കും കേട്ടാ. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സഹായിച്ചിട്ടൊന്നുമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഖേദിക്കുന്നു, സത്യം. അയ്യോ, പെട്ടെന്ന് നല്ലപോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് മദ്യപാനമൊക്കെ ഒഴിവാക്കി മാറി നിന്നപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ ഒരു ഫാമിലി പ്രശ്നങ്ങളും ഇല്ല. തവക്കൽത്തു അലല്ലാഹ്. നല്ലൊരു മാസം എന്താണ്, ഒരുപാട് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യനാണ്. നമ്മള് ഒരു ആളിനെ കുറ്റപ്പെടുത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷെ അയാളെ നന്മ പറയാൻ നമ്മളെ നാവ് ചിലപ്പം വഴങ്ങില്ല. അതായത് നന്മ പറയാൻ നാവ് വഴങ്ങില്ല. ഒരാളെ കുറ്റപ്പെടുത്തി ഒരുപാട് വേണമെങ്കിൽ പറയാം. ഈ റമദാൻ മാസം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു അങ്ങനെ മദ്യപാനി നിർത്തി വന്നെന്ന്, മദ്യപാനി അല്ലെന്ന്. ഇപ്പൊ പറയുന്നു വീണ്ടും മദ്യപാനി ആണെന്ന്. എന്തോന്നല്ലേ ഇത്? എന്തായാലും ഒരു കാര്യം കൺഫേമാ. ഏത്? സ്വന്തം ഉമ്മ കുടുംബക്കാരെല്ലാം കൂടി പൊക്കി തലയിലായി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അന്വേഷിച്ച് ഇപ്പൊ എന്താ കഞ്ഞി പരിവാണോ എന്താ ദൈവത്തിന് അറിയാം. ഇതൊക്കെ എന്ത് ഇനി ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമെങ്കിൽ ആലോചിക്കും എന്തുവാടെ യൂട്യൂബിൽ നടക്കുന്നതെന്ന്. ഇമാതിരി കോപ്രായങ്ങളും അപരാധങ്ങളും നിറഞ്ഞത് മാത്രമായി മാറുന്നല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ എനിക്ക് ഈ കുഞ്ഞിന് ഒരുപാട് കമന്റ് വന്നു. എന്തായാലും ഞാൻ 20-ാം തീയതി ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്. അള്ളാഹു ഹൈറാക്കി തരുവാണെങ്കിൽ അതേപോലെ, അള്ളാഹു എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ. എൻ്റെ മനസ്സ് ഇപ്പോഴും വെള്ളക്കടലാസ് പോലെയാണ്. ഞാൻ എന്ത് ചെയ്യും? എല്ലാവരെയും ഉപേക്ഷിച്ചു, ഇക്കാരെ കൂടെ ജീവിച്ചു, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി. എന്തൊക്കെയോ പറയുന്നു കേട്ടോ. കാര്യമായിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും ഉപേക്ഷിച്ചു, ഇങ്ങനെയായി, ഇക്കയുടെ കൂടെ ജീവിച്ചു, ഇക്കയും കുക്കയൊക്കെ ഒന്നുമില്ല. പറ നാച്ചി എന്നെ പറ, ഞാൻ എന്ത് പറയാനാ? സത്യം പറയാലോ, നിങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓരോന്നങ്ങോട്ട് വിളിച്ചു പറയും കുടുംബ കാര്യങ്ങൾ, അതും ഇതും ചാപ്പും ചാവറും എല്ലാം കൂടി നാട്ടുകാരെ അടുത്ത് വിളിച്ചു പറയാൻ കാണിക്കുന്ന ശുഷ്കാന്തി ഒരു രക്ഷയില്ല. നിന്റെ എനിക്ക് കാറ് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ഞാൻ കാർ എടുത്ത് കൊടുത്തേലോ എനിക്ക് ഒരു സങ്കടവും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഷാൻ ഇനി ഒരു പെണ്ണിനെ നോക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് ജീവനാണ്. കുറച്ചു നേരത്തെ പറഞ്ഞ അങ്ങനെ കുടിയനാണ്, വെള്ളോടിയാണ്, നിർത്തിയിരുന്നു. ഇപ്പൊ പറയുന്ന അങ്ങനെയല്ല. ഷാനിന് ഞാൻ ജീവനാണ്. ഷാനിന് വേറൊരു പെണ്ണിനെ നോക്കത്തില്ലെന്ന് കണ്ടറിയാം. കാണാൻ പോണ പൂരം എങ്ങനെ അറിയാം? കണ്ട് എന്നെ അറിയാം. ഒന്നുമില്ല പറയാൻ. ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഇതിന്റെ ഒരു കൺക്ലൂഷൻ. നിങ്ങൾ കേൾക്കണം. ദയവ് ചെയ്തിട്ട് അതുവരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇത് അതിനു മുമ്പേ ഇത് പറഞ്ഞു തീർക്കട്ടെ. പക്ഷേ ഈ മദ്യം ഒരുപാട് കുടുംബജീവിതങ്ങളും തകർക്കുന്നത് മദ്യമാണ്. നമ്മൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല. കുട്ടികൾക്ക് എന്താണെങ്കിലും മേടിച്ചു കൊടുക്കുകയും കുട്ടികൾ പാപ്പാന്ന് വിളിച്ച് കൊതി തീർന്നില്ല. വേറൊരു കാര്യം കൂടെ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഈ കുഞ്ഞ് പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ ആദ്യമൊന്നും അറിയില്ലല്ലോ, നമുക്കിങ്ങനെയാണ്, നമ്മൾ ഉറപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മളിങ്ങനെ ഗുളിക കഴിച്ചപ്പോൾ സ്കാനിങ്ങിന് കുഴപ്പമൊന്നും ഇല്ല, ഉണ്ടാവില്ല. നമ്മൾ കടുവേ പള്ളിയിലൊക്കെ പോയി. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ സുൽത്താൻ മുഹമ്മദ് ഷാൻ എന്നിടണമെന്ന്, എനിക്ക് ജനിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ സുൽത്താന ഷാൻ എന്നിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അള്ളാ എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഒരാൺകുഞ്ഞിനെ കൊടുത്തിട്ട് എടുക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ 7 ഉയരാണ്. അപ്പോഴ് അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ വരട്ടെ. മനുഷ്യനാണ്, തെറ്റുകളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ തെറ്റിലൂടെയാണ് ഒരുപാട് പേരും മദ്യപിച്ചിട്ടുള്ള ലൈഫുകളിൽ നിന്ന് നന്മയായി വന്നവരുണ്ട്. ക്ഷമിക്കുക, സഹിക്കുക, അതല്ലാതെ വേറൊരു വഴിയില്ല. ഇതിനകത്തൊരു സൊല്യൂഷൻ അള്ളാഹു കണ്ടെത്തി തരും, ഉറപ്പാണ്. അള്ളാഹുവിനിപ്പോ ഇതല്ലേ പണി. കണ്ട ഉടായ്പകളെയൊക്കെ സഹായിക്കുക, കണ്ട ഉടായ്പകൾക്ക് ഒരു വഴി കാട്ടി കൊടുക്കുക എന്നതല്ലേ അള്ളാഹുവിന്റെ ഇപ്പോഴത്തെ പണി. എന്റെ പൊന്നി വെച്ച് ഒന്ന് എണീച്ചു പോവാ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ചുമ്മാ വന്നിരുന്ന് അങ്ങ് വായിത്തോന്ന് എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരു അമ്പം തുമ്പും മില്ലും ഇല്ല. എവിടെന്നോ തുടങ്ങി എങ്ങോട്ടോ തീരുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. സീരിയസ്ലി എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്.
പിന്നെ കുറ്റപ്പെടുത്തുന്നവരടുത്തും റിയാക്ഷൻ ചെയ്യുന്നവരടുത്തും ബാക്കി കാര്യങ്ങളടുത്ത് പറഞ്ഞെടുത്തും ഷാൻ ഒരിക്കലും എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനാണ് അകറ്റി നിർത്തിയിരിക്കുന്നത്. എന്നെ വിട്ട് പോയിട്ടില്ല. ഇന്നും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനൊരു കാര്യം ഷാന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇത്രയും നശിച്ച് നാരായണക്കല്ലിൽ നിന്ന് ഞാനൊരു വ്യക്തിത്വം, ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത് കേസുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ അൽഹംദുലില്ലാഹ് ഹൈറായ രീതിയിലെടുത്ത്. എന്തിന്റെ കുറവായിരുന്നു? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതുവരെ ഷാൻ എന്നെ വിട്ട് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഷാന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നും കൂടി എന്നെ ഷാൻ വിളിച്ചേ ഉള്ളൂ. അപ്പൊ നേരിട്ട് അങ്ങ് ഫോണിൽ ചോദിച്ചാൽ പോരായിരുന്നു? ചോദിച്ചാൽ പോരായിരുന്നു? എന്തിന് ഇതിൽ വന്നിട്ടും ചോദിക്കുന്നത്? നാട്ടുകാരെ കാണിക്കാനാ? പൈസ കിട്ടാനാ? അതാ ഈ നാട്ടുകാരടുത്ത് വീണ്ടും സഹതാപം ഇറക്കിയിട്ട് വീണ്ടും തെണ്ടി വാങ്ങാനാ? എന്താണ് ഉദ്ദേശം? കഷ്ടം. എടേ, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു പിച്ചെടുത്ത് ജീവിച്ചാൽ ഒരു അന്തസ്സുണ്ടോ. പക്ഷെ അത് നമ്മൾ അത്രയും നിസ്സായ അവസ്ഥയിലാണ്. നമുക്ക് വേറെ ഗതിയില്ല, വഴിയില്ലെങ്കിൽ മാത്രം. അല്ലാണ്ട് ഒരുമാതിരി ആ പിള്ളേർ നാളെ വളർന്നു വരുന്ന ആ പിള്ളേരെ കുറിച്ചിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? ഇതെന്താ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? ഷാന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഷാന്റെ ആളെ കൂടി വിളിച്ച് അവൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ പോരാ. പിന്നെ എന്തിനാണ് ഇതിലൊന്നിട്ട് ചോദിക്കുന്നത്? ഉളുപ്പില്ലാത്ത വർഗങ്ങളൊന്നും അല്ലാണ്ട് ഒന്നും പറയാനില്ല. മൂഞ്ചിക്കുത്തി ഇരിക്കുമ്പോഴും ഊഫിയ വർത്തമാനം. മദ്യം ആ കുടിച്ച് നയിക്കുന്ന തലച്ചോറിനെ നശിപ്പിക്കുന്ന സമയമല്ല. പിന്നെ ഈ ഇക്കായെ സംബന്ധിച്ചിടത്തോളം കുടിച്ചാൽ ക്രിമിനലിസമാണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുടിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എപ്പോഴും സ്നേഹത്തിലും കരുതലിലുമാണ് നടക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നെജി എന്നെ ഒരു മോനെ പോലെ, എൻ്റെ ഇത് ഉമ്മയായിട്ടും പെങ്ങളായിട്ടും കൂടപ്പറപ്പായിട്ടും എല്ലാം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ആളെ മനസ്സെന്ന് പറഞ്ഞ ചെറിയൊരു മനസ്സാണ്. പെട്ടെന്ന് ഇപ്പൊ എന്നെ കാണണമെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. മദ്യത്തിന്റെ ലഹരിയിലാണ് എന്തോന്ന് അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. എന്നെങ്കിലും, അതായത് കേൾക്കാൻ വേണ്ടി പറയാം, എന്നെങ്കിലും നല്ല പോലെ ആയി വരുവേണമെന്നുണ്ടെങ്കിൽ മക്കളെയൊക്കെ സന്തോഷമായിട്ട് നോക്കി പാപ്പാരൊരു സ്നേഹവും കരുതലും കൊടുത്ത് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ വരാം. ഇല്ലേ കുടിച്ച് ആഭാസനായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. എൻ്റെ കണ്ണു മുമ്പ് ഒരിക്കലും വരരുത്. പിന്നെ കുഞ്ഞ് അൽഹംദുലില്ലാ അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഒരു വാർത്ത എൻ്റെ ചെവി കേൾക്കാതിരിക്കട്ടെ. പിന്നെ ഞാനൊരിക്കലും കളഞ്ഞിട്ടില്ല. ഞാനൊരിക്കലും ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. മദ്യപാനം ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർ മദ്യപിക്കുന്നത് ഓരോ രീതിയിലാണ്. ചിലർ സൈലന്റ് ആയിരിക്കും, ഇത് വൈലന്റ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് പറ്റത്തില്ല. കാരണം മദ്യപാനമൊക്കെ മാറ്റിയപ്പോ ഇത് കുടിച്ചപ്പം പെട്ടെന്ന് അങ്ങ് ശരീരത്തിന് ഏറ്റ്. അപ്പോഴേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സൊല്യൂഷനുകളുണ്ട്. മദ്യപാനം ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി മാറ്റാം, ബാക്കി കാര്യം എല്ലാം ചെയ്യാം എന്നൊക്കെ. പക്ഷേ ഈ നാറ്റം നമ്മൾ അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. ഇനിയെങ്കിലും 40 വയസ്സാവാറായി, ഇനിയെങ്കിലും ഒതുങ്ങി സന്തോഷമായി മദ്യപാനമൊക്കെ ഇല്ലാതിരിക്കുകയായിരുന്നു. ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല കെയറിങ്ങും, ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്കെല്ലാം വാങ്ങി എല്ലാം തരുന്നതാണ്. പക്ഷേ ഇതാണ് പ്രശ്നം. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാര്, പെങ്ങളാര്, കുടുംബമാര് ആരെന്ത് പറയണം, ബോധം വരുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ആൾക്കുള്ളത്. അപ്പം അത് നമുക്കൊരു പെണ്ണ് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഏത് സമയം എങ്ങനെ ആക്രമിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് കൊന്നിട്ട് പിന്നെ ബോധം വരുമ്പം ചിലപ്പം ഒരുപക്ഷെ ഞാനത് ചെയ്തു പോയല്ലോ എന്ന് വരില്ലേ. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. എന്തായാലും ഉണ്ടാവും. മതി 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 നച്ചി കേട്ടോ എന്റെ പൊന്നടാവേ. സ്വന്തമായിട്ട് തന്നെ ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം എവിടെയോ ഫീൽ ചെയ്യുന്നില്ലേ? അതില്ല അല്ലേ? ഇതെന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? എനിക്കറിയത്തില്ല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ പോട്ട്. ഇനിയിപ്പോ ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ കുറിച്ച് 2 ദിവസം കുറ്റം പറയും, പിന്നെ ഭർത്താവ് വരും, പിന്നെയും അപ്പോ 2 കുറ്റം പറയും. ഇതാണ് പരിപാടി. ഇതിപ്പോ വീട്ടിലെ കുറെ ഈ അടി വഴക്ക് ഭർത്താവിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇങ്ങനെ ഭർത്താവ് തിരിഞ്ഞു നോക്കാത്ത കുടിയനായ ഒരു ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ പല സ്ത്രീകളും പല ആൾക്കാരും ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈസ അയച്ചു കൊടുക്കും. മോളെ ചെലവിന് വെച്ചോ, കുട്ടികളുടെ ചെലവിന് വെച്ചോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല 1-ാം തരം നാടകമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു വിഴുന്ന് മൊണ്ണകളാകരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നോട്ട് ദ പോയിന്റ്.
പക്ഷെ അത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം? തെറ്റ് തിരുത്തണം. അതാണ് ചെയ്യേണ്ടത്. ഇവരെ പോലുള്ളവരെന്ന് സപ്പോർട്ട് ചെയ്ത് ദയവ് ചെയ്തിട്ട് വിടരുത്. ഷാജിയെ പണ്ടൊരിക്കൽ സപ്പോർട്ട് ചെയ്ത് വിട്ടാൽ ഓർമ്മ. പിന്നെ എവിടെ പേടിച്ചു നിന്ന് അതുപോലെ ഇരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം സാധനങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിട്ട് കൊടുത്ത് തൊലച്ച് നാറാണത്താക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഇതിനെപ്പോലെ ഉള്ളതിനെന്നുള്ള 5 പൈസ കൊടുക്കരുത് ഒറ്റ മനുഷ്യന്മാര്. ഇതൊക്കെ എന്ത് മെസ്സേജാണ് സൊസൈറ്റി കൊടുത്തോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീരവിത്ത്, അല്ലാണ്ട് ഒരു തേങ്ങയുമില്ല. സ്വന്തം മക്കളടക്കം നാളെ വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും നിന്റെയൊക്കെ കുടുംബ കാര്യങ്ങൾ. തള്ള 1 കെട്ടി 2 കെട്ടി 3 കെട്ടി 4 കെട്ടി. എന്തിനാണ് ഇതൊക്കെ നാട്ടുകാരെ വിളിച്ച് പറയുന്നത്? നാട്ടുകാരത്ത് ലോകം മൊത്തം അങ്ങോട്ട് വിളിച്ച് പറയണേ, കയറി ഇരുന്നിട്ട് മെഴുകി ഊളുപ്പില്ല, എന്ത് വിവരമില്ല. ഇതെന്താണ് നിങ്ങളെയൊക്കെ മൈൻഡ് സെറ്റ്? കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇതുപോലെ എന്ത് നാണം കെട്ട് നാറിയ രീതിയിലായാലും പൈസ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ. അതിൽ പെട്ടതാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ വ്യൂ കൊടുക്കരുത്, വ്യൂവർഷിപ്പ് കൊടുക്കരുത് ഇങ്ങനെയുള്ളതിന്. അതാണ് എനിക്ക് പറയാനുള്ളത്. വ്യൂ കിട്ടുന്നതുകൊണ്ടാണല്ലോ പൈസ കിട്ടുന്നത്. പിന്നെ 10 വ്യൂ ഉണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരാളെങ്കിലും അയ്യോ പാവം എന്ന് പറഞ്ഞ് പൈസ അയച്ചു കൊടുക്കും. അതൊന്നും ചെയ്യരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. വെറും ഉഡ്ഡായ്പകളാണ് ഇവരൊക്കെ കാണിക്കുന്നത്. സീരിയസ്ലി. ഭർത്താവ് പോയി, മറ്റത് പോയി, മറിച്ച് കഴിഞ്ഞാൽ 4, 5, 6 ഒക്കെ കിട്ടും. നീ എന്ത് കോപ്പോ ചെയ്യുക? ആർക്ക് ചെയ്ത്? എന്തിനാണ് ഇതൊക്കെ ഒന്ന് ഇവിടെ പറയുന്നത്? ആ ഷാന്റെ അടുത്ത് രാവിലെ വിളിച്ചിരുന്നു എങ്കിൽ രാവിലെ വിളിച്ചപ്പം ഷാന്റെ അടുത്ത് പറയാനുള്ള അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. എന്തിന് വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നു? ചെളിവാരി അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? കഷ്ടം. പുച്ഛമാണ് തോന്നുന്നു. പുച്ഛം, വെറും പുച്ഛം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.